വെരി ഗുഡ് മോർണിംഗ് വി രാജേഷ്. ആനി അശോകൻ പറയുന്നത് ചെമ്പഴന്തി ഭാഗങ്ങളിലൊക്കെ ചില വോട്ട് കച്ചവടത്തിനുള്ള സാധ്യതയുണ്ടെന്നാണ്. ഈ CPM BJPയെ സഹായിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തിരിച്ച് നിയമസഭയിൽ തിരിച്ച് സഹായിക്കാമെന്നുമുള്ള ചില ഡീലൊക്കെ നടക്കുന്നു എന്നുള്ളതാണ്. വാസ്തവമാണോ ശ്രീ വി രാജേഷ്? തിരുവനന്തപുരം ജില്ലയിലെ നിരവധി നിയോജക മണ്ഡലങ്ങൾ BJP ഒന്നാം സ്ഥാനത്താണ്. LDF തിരുവനന്തപുരം ജില്ലയിൽ രണ്ടാം സ്ഥാനത്താണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ബേസിൽ ഞങ്ങൾ ഒരു 8-10 നിയോജക മണ്ഡലങ്ങൾ BJP ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ കോർപ്പറേഷനിൽ സ്വാഭാവികമായിട്ടും BJPക്ക് വോട്ട് ലഭിക്കുമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വളരെ വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDFന്റെ ഉൾപ്പെടെ അനുഭാവികൾക്ക് കോർപ്പറേഷൻ ഭരണം എത്രയും പെട്ടെന്ന് മാറണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ വലിയൊരു മുന്നേറ്റം ഞങ്ങൾ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടാക്കി അതിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. ഇതിനെയൊക്കെ തന്നെ അർഹിക്കുന്ന അവഗണനയോടെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. ഞങ്ങൾക്ക് കോൺഗ്രസ് CPM അനുഭാവികളായിട്ടുള്ളവരൊക്കെ തന്നെ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കോർപ്പറേഷനിൽ ഭരണമാറ്റം ഉണ്ടാകാൻ വേണ്ടി വോട്ട് ചെയ്യും. അത് സ്വാഭാവികമാണ്. അങ്ങനെയല്ലേ ഞങ്ങൾക്ക് മറ്റുള്ള സീറ്റുകളും ജയിക്കാൻ സാധിക്കുള്ളൂ. നിയമസഭയിൽ ഒന്ന് ഉന്തിത്തരാം എന്ന എന്തെങ്കിലും ഡീൽ എവിടെങ്കിലും ഉണ്ടോ? പാർലമെന്റിലെ 3 മണ്ഡലങ്ങൾ ഒന്നാമതാണ്. ആറ്റിങ്ങൽ പാർലമെന്റിൽ 2 മണ്ഡലങ്ങൾ ഒന്നാമതാണ്. 5 മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ 5 മണ്ഡലങ്ങൾ ഞങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്താൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. ഞങ്ങൾ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു 10 അസംബ്ലി മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. ഒരു ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. ഓക്കെ, അപ്പൊ അതിൽ ഈ ഡീലില്ല എന്ന് തന്നെ പറയുന്നു അല്ലേ? ജയിക്കാൻ പോകുന്നു. അതുകൊണ്ട് അനുഭാവികളൊക്കെ CPM അനുഭാവികളൊക്കെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ റെഡി ആയിരിക്കുക ഈ അഴിമതി ഭരണത്തെ തുടച്ചു മാറ്റാൻ വേണ്ടി. താങ്ക് യു രാജേഷ്, താങ്ക് യു.